പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പൊ ഇപ്പോഴും ആൾക്കാരുടെ ഒരു അനുഭവം എന്ന് പറയണത് ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സിറ്റുവേഷനിൽ അമ്മ നേരിട്ട് ഹാജരാകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. എന്നിട്ട് അവരൊക്കെ സാക്ഷ്യം പറയുന്നവർ പറയും, ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണമെന്നറിയാമോ, എൻ്റെ ഈ സാക്ഷ്യം എടുത്തിട്ട് വേണം സഭ അമ്മയുടെ പ്രത്യക്ഷീകരണം പഠിക്കാൻ. അങ്ങനെ ഒരു സ്ത്രീ എന്ന് പറഞ്ഞു ഇന്നലെ. ആൾക്കാരിപ്പോൾ ഇതിന് മുമ്പത്തെക്കാളും വളരെ സീരിയസ് ആണ്, മുമ്പത്തെക്കാൾ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഉടമ്പടി എടുക്കുന്നത്. അവർക്ക് ഈ വിഷയത്തെക്കുറിച്ചൊക്കെ ഏത്യസ്റ്റായിട്ട് കാര്യങ്ങളെക്കുറിച്ച് അറിയാവർ. കാര്യം കൃപാസന അമ്മയെന്ന് പറയുന്നത് ഫാത്തിമ മാതാവല്ലല്ലോ, അത് വേളാങ്കണ്ണി അമ്മയല്ല, അത് ലൂർദ് മാതാവുമല്ല. പിന്നെ ആരാണ്? കൃപാസന ആൾക്കാർ 2004 ഡിസംബർ 7-ാം തീയതി 2:30 മണിക്ക് ഇവിടെ സമയഘടികാരം നെഞ്ചി ചാർത്തി ദുരന്തമുണ്ടാകാൻ പോകുന്നത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സിൽവർ ഗ്രേയിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയാണ് കൃപാസന മാതാവ് എന്ന് പറയണത്. അപ്പോഴേ ദുരന്തമുണ്ടാകാൻ പോകുന്നത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ മാതാവാണ്. മനുഷ്യൻ്റെ വ്യക്തിപരമായ ദുരന്തമായാലും ശരി, രാജ്യത്തിൻ്റെ ദുരന്തമായാലും ശരി, ലോകത്തിൻ്റെ ദുരന്തമായാലും ശരി, എല്ലാ ട്രാജഡിയും കലാമിറ്റിയും അമ്മ കൈകാര്യം ചെയ്യാൻ വേണ്ടി ദൈവം പ്രത്യേകം അഭിഷേകം ചെയ്ത് നിയോഗിക്കപ്പെട്ട ആളാണ്. അതുകൊണ്ടാണ് ആൾക്കാരുടെ ഓരോ ലൈഫ് സിറ്റുവേഷനിലേക്കും അമ്മ ആളാം പ്രതി കടന്നു വരണത്. പ്രാർത്ഥിക്കുക, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എൻ്റെ ദുരന്തപൂർണമായ ശാരീരിക ദുരന്തം, സാമ്പത്തിക ദുരന്തം, വിദ്യാഭ്യാസ ദുരന്തം, ജീവിത പങ്കാളിയെ കിട്ടാത്ത ദുരന്തം, വരുമാനമില്ലാത്ത ദുരന്തം, ശാരീരിക രോഗത്തിന്റെ ദുരന്തം, ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലുമുള്ള വ്യത്യസ്തങ്ങളായ ദുരന്തങ്ങളെ, വീടില്ലാത്ത ദുരന്തങ്ങളെ, ജീവിത പങ്കാളി നഷ്ടപ്പെട്ട ദുരന്തം, അങ്ങനെ എൻ്റെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന എല്ലാ ദുരന്തങ്ങളിലേക്കും ആശ്വാസം പകരാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവമാതാവേ, മാതാവേ, പ്രത്യക്ഷീകരണത്തിന്റെ വലിയ സാക്ഷിയായി എന്നെ ഉയർത്തണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പൊ ആൻസി ഇളയാവരുടെ സാക്ഷ്യത്തിൽ ഒരു സാക്ഷ്യം, അവരുടെ വീട്ടിലെ അവരുടെ മകൻ പിച്ചും പേയും പറയാൻ തുടങ്ങി. മകനല്ല, ആങ്ങള പിച്ചും പേയും പറയാൻ തുടങ്ങി. അവൻ വിദേശത്ത് ജീവിക്കുകയാണ്, ജോലി അവിടെയാണ്. ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അവൻ സംസാരിക്കണത് ശരിയാകണില്ല. ഓരോ മനുഷ്യൻ്റെ ദുരന്തമേ, സംസാരിക്കണത് ശരിയാകണില്ല. ഒരു ഓർമ്മക്കുറവ് പോലെയൊക്കെ പറയണം. എന്താ വെച്ചാൽ സങ്കടം ഭയങ്കരമാണ്. കല്യാണം കെട്ടിക്കാൻ കുറേ നാളായി, 10-27 വയസ്സായപ്പോൾ ഇന്ന് വരെ ജീവിത പങ്കാളിക്ക് ഒക്കണില്ല. ഇപ്പം ഇങ്ങനെ നിന്ന് പോകുവാന്ന് വിചാരിച്ചപ്പോഴേ അവൻ്റെ മനസ്സിൻ്റെ സമനില വിട്ട പോലെയൊക്കെ അവൻ സംസാരിക്കണം. നിങ്ങളിതൊക്കെ മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ ദുരന്തമാണ് ശരിക്കും, എന്തുമാത്രം ദുരന്തമാണ്. അപ്പോൾ പെങ്ങൾക്കത് മനസ്സിലായി. അതായത് ആങ്ങളയ്ക്ക് ജീവിത പങ്കാളിയെ കിട്ടാത്ത, വിവാഹം കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് അവന് മനസ്സ് വേദനിച്ചിട്ട് അവനിങ്ങനെ സമനില തെറ്റിയ പോലെയൊക്കെ എല്ലാവരോടും എടുത്തു ചാടും, എല്ലാവരോടും കോപിക്കും. തൊട്ടാൽ അവൻ വഴക്കുണ്ടാക്കി അവസാനിക്കത്തുള്ളത്. ഒന്നും പിടിക്കണില്ല, ഭക്ഷണം പിടിക്കണില്ല, വസ്ത്രം തേക്കണ പിടിക്കണില്ല. അപ്പോൾ ഇങ്ങനെ പിടിക്കാതെ വരുമ്പോൾ നിങ്ങൾക്കറിയാം അത് ആ വിഷയം അതല്ല, വേറെ എന്തോ വിഷയമാണെന്നൊക്കെ മനസ്സിലായി. പക്ഷേ പെങ്ങളത് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് അവനെ കല്യാണം വെക്കാത്ത വന്നു. ഒരു പെണ്ണ് അവനെ പിടിക്കണില്ല, അതാണ് പ്രശ്നം. അവന് പിടിക്കണ പെണ്ണുങ്ങൾക്ക് പിടിക്കത്തില്ല. എന്ത് ദിവസം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോഴുടനെ ആൻസി പറഞ്ഞു ഉടമ്പടി എടുത്തില്ല. ആൻസി ഉടമ്പടി എടുത്ത കാരണം ആൻസിക്ക് ഒരു ധൈര്യമുണ്ട്. ആൻസി അമ്മയോട് പറഞ്ഞു, അമ്മേ ഇന്ന് അവൻ്റെ അവസ്ഥ കണ്ട, അവൻ പിച്ചിപ്പയും പറയാൻ കണ്ടില്ലേ, അവൻ്റെ സമനില എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവൻ നാളെ മറ്റന്നാളെ പോവുകയാണ്, ലീവും കഴിഞ്ഞ്. ഇക്കാലം ലീവ് മുഴുവൻ ഇവിടെ നിന്നിട്ട് അവന് പെണ്ണ് കിട്ടിയില്ല, അവൻ പോവുകയാണ്. ഇനി അവൻ എപ്പോൾ വരാനാണ്? വന്നാൽ തന്നെ അവൻ ഇപ്പം തന്നെ ഇത് അവസ്ഥയെങ്കിൽ എന്തവസ്ഥയായിരിക്കും? അതുകൊണ്ട് അമ്മയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇന്ന് രാത്രി അമ്മ അവന് പെണ്ണിനെ കൊടുക്കണമെന്ന് പറയും.
ഇന്ന് രാത്രി അവനുള്ള പെണ്ണിനെ എവിടെയാണ് ഉള്ളത്, അമ്മ അവന് അതിനൊരു അടയാളം കൊടുക്കണമെന്ന് പറയും. അപ്പോൾ അത്രയും സ്വതന്ത്രമായിട്ട് അമ്മയോട് സംസാരിക്കുകയാണ്. എന്നിട്ട് അവൾ മാറിക്കിടന്നുറങ്ങും. അപ്പോൾ ഉടനെ അവൾ ഉറങ്ങണ സമയത്ത് അമ്മ പറയും, നീ പറഞ്ഞ കാര്യം സെറ്റായിട്ടുണ്ടെന്ന് പറയും. അത് അമ്മ എങ്ങനെ നമ്മോട് സംസാരിക്കുക, അത് രസമാണ്. അതായത് അമ്മ ഇവളോട് പറയും, ഈ രാത്രി തന്നെ ഈ വിഷയത്തിൽ തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ഇവൾ സ്വരം കേൾക്കണ പോലെ അത് അവൾ ആന്തരിക ആത്മാവിൽ മനസ്സിലാക്കും. ഈ കൃപാസന അമ്മയുടെ ഒരു രീതി അതാണ്. അത് ഡയറക്റ്റാണ് സംസാരിക്കുക. കാണേണ്ട പാട്ടിൽ വന്ന് കാണും, സംസാരിക്കേണ്ട പാട്ടിൽ വന്ന് സംസാരിക്കും. അന്തരക്കരണം കൊണ്ട് നമ്മളത് കേൾക്കും, അന്തജ്ഞാനം കൊണ്ടത് തിരിച്ചറിയും നമ്മൾ. ഇങ്ങനെ നമ്മൾ ഇന്ന് വരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാത്ത തരത്തിലുള്ള സാക്ഷ്യങ്ങളാണ് ആൾക്കാർ പറയണത്. അപ്പോൾ അമ്മ അവളോട് പറയും, ഇന്ന് രാത്രി ഈ വിഷയം സെറ്റ് ചെയ്യുമെന്ന് പറയും. അപ്പോൾ അതൊക്കെ സമാധാനത്തിൽ ഇവൾ കിടന്നുറങ്ങും. ഉറങ്ങിയിട്ട് അവളെ കെട്ടിച്ച വീട്ടിൽ നിന്ന് രാവിലെ അവളുടെ സ്വന്തം അമ്മയെ വിളിക്കും. അമ്മ ഇന്നലെ രാത്രി വല്ലതും സംഭവിച്ച, അമ്മ എന്നോട് പറഞ്ഞായിരുന്നു എന്നുള്ള രീതിയിൽ കാര്യം പറയത്തില്ല. ഇന്നലെ രാത്രി ആങ്ങളുടെ കല്യാണമായിട്ട് വല്ലതും സംഭവിച്ച, അപ്പോൾ ഉടനെ പറയും, ഇന്നലെ രാത്രി 8:30 കഴിഞ്ഞപ്പോഴൊരു കോൾ ഉണ്ടായിരുന്നു, അവരിങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത്, കല്യാണം കെട്ടിക്കാൻ തയ്യാറാണോ, നിങ്ങളുടെ മകനെ ഞങ്ങളുടെ മകൾക്ക് ആലോചിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചെന്ന്. അപ്പോഴേ ഇവൾ പറഞ്ഞു, ദാറ്റ്സ് ഓക്കെ, അത് അമ്മയുടെ കേസാണ്, ഇനി അത് കളയണ്ട, ചെയ്തേക്കാമെന്ന് പറഞ്ഞു. ഇനിയൊന്നും അറിയണ്ട, തിരക്കണ്ട, അന്വേഷിക്കണ്ട, നമുക്ക് ചെയ്യാമെന്ന് പറയും. അപ്പോൾ അത് പെട്ടെന്ന് കല്യാണം വിത്തിൻ ഒരു വീക്കിലെ കല്യാണം സെറ്റാകും. കല്യാണം നടക്കും. നമ്മളെൻ്റെ മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ ചെറുക്കന്മാരും പറയും, പെണ്ണുങ്ങളും പറയും, അല്ല ഞാനെവിടെ പോകാൻ, അമ്മ എങ്ങനെ പോയി പ്രാർത്ഥിക്കുക, അവൾക്ക് ചമ്മല, ദൈവത്തോട് അവൾക്ക് ജീവിത പങ്കാളിയെ കിട്ടണില്ലെന്ന് പറയാൻ ചമ്മല. അതാണ് പ്രശ്നം, അതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾക്ക് ദൈവത്തോട് തുറന്ന് പറയാൻ പറ്റണില്ല, അത്രയും എളിമയില്ല നിങ്ങൾക്ക്. മര്യാദയ്ക്ക് ചോദിക്കണം വായിട്ട്, അമ്മ എന്താ ഞാൻ ഇങ്ങനെ നിന്ന് പോകാനാണ് അമ്മ ആഗ്രഹിക്കണത്, എൻ്റെ കാര്യത്തിൽ അമ്മയുടെ ഒരു തീരുമാനമൊന്നും ഇല്ലേ എന്ന് ചോദിക്കാനുള്ള ഒരു സ്നേഹം ഉണ്ടാണ് നിങ്ങൾക്ക് ദൈവത്തോട്. നമ്മൾ അതിനു വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. ഉടമ്പടി നിങ്ങൾ ദൈവസ്നേഹത്തേക്ക് വളർത്തണം, വിശ്വാസത്തിലേക്ക് വളർത്തണം, പ്രത്യാശത്തേക്ക് വളർത്തണം. പ്രാർത്ഥിക്കുക, കർത്താവേ ഉടമ്പടിയിലൂടെ എന്നെ ദൈവസ്നേഹത്തിലേക്ക് വളർത്തണമേ, വിശ്വാസത്തിലേക്ക് വളർത്തണമേ, പ്രത്യാശയിലേക്ക് വളർത്തണമേ. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോഴ് നമ്മളിങ്ങനെ പേഴ്സൺ ഡയലോഗുകളിലേക്ക് ആണ് നമ്മുടെ സ്പിരിച്വാലിറ്റി ഡെവലപ്പ് ചെയ്ത് വരണത്. ഇതുണ്ട്, ഓരോ വ്യക്തികൾ ദൈവത്തോട് സംസാരിക്കണുണ്ടല്ലേ, അമ്മയോട് തുറന്ന് സംസാരിക്കുകയാണ്. എന്നിട്ട് അവർ തന്നെ സമയം ഫിക്സ് ചെയ്യാൻ, ഇന്ന് രാത്രി അമ്മ ഈ വിഷയം സെറ്റാകണം. അപ്പോൾ എന്നിട്ട് അത് തന്നെയാണ് അവരുടെ വാക്ക് ഏറ്റെടുത്തിട്ടാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയാമല്ലോ, അമ്മ ദൈവത്തിന് കിട്ടിയ ഒരു അമ്മഭാവമാണ് ശരിക്കും പറഞ്ഞാൽ. പരിശുദ്ധ മറിയം സൃഷ്ടിയാണ്, നമുക്കറിയാം, ദൈവം സൃഷ്ടിച്ച ഒരാളാണ്. പക്ഷേ ദൈവത്തിന് ഇതിലൂടെ കൈവന്ന ഒരു മാതൃഭാവമുണ്ട്, ഭയങ്കര പരിപാലന. ദൈവം അത് അമ്മയിലൂടെ ശരിക്കും നിർവഹിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ ദൈവത്തിൻ്റെ നിലപാടെന്താ? ദൈവത്തിൻ്റെ നിലപാടല്ലല്ലോ അമ്മയുടെ നിലപാട്, രണ്ടും രണ്ടാ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ദൈവത്തിൻ്റെ നിലപാട് ഭയങ്കര ഉയർന്നൊരു നിലപാടാണ്, അമ്മയുടെ നിലപാട് താഴ്ന്ന നിലപാടാണ്. നിൻ്റെ അവസ്ഥയിലേക്ക് താഴ്ന്നു വരൂ. ദൈവം എന്താ പറഞ്ഞിരിക്കണത്? 12:29 വായിച്ച്, ലൂക്കാന്റെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്ക 12:29. എന്ത് തിന്നുമെന്നോ, എന്ത് കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട, ആകുലചിത്തരാവുകയും വേണ്ട. ഈ ലോകത്തിന്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്.
ലൂക്ക 12:29 എന്ത് പറഞ്ഞ ഒന്ന് എന്ത് തിന്നുവെന്നോ എന്ത് കുടിക്കുമെന്നോ വിചാരിച്ച് ആകുല ചിത്തരാകേണ്ട. ആരാണിത് അന്വേഷിക്കണം എന്നാ പറയണത്? ഈ ലോകത്തിൻ്റെ സന്തതികളാണ് ഇതൊക്കെ അന്വേഷിക്കണം. അപ്പോൾ ഇതെല്ലാം ക്രിസ്തുവിൻ്റെ ഒരു നിലപാട് കണ്ട, ദൈവികമായ നിലപാട്, ഉയർന്ന നിലപാടാണ്. ഈ നിലപാടുള്ള ആളിൻ്റെ അടുത്ത് എന്നിട്ടാണ് പറയണത് അവർക്ക് വീഞ്ഞില്ലെന്ന്. മനസ്സിലായില്ലേ? ഈ നിലപാട് എന്താണ്? എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ ചിന്തിച്ച് ആകുലപ്പെടേണ്ട. പിന്നെ ആരാണത് അന്വേഷിക്കണത്? ഈ ലോകത്തിൻ്റെ സന്തതികളാണ്. അപ്പോൾ എന്താണ്? അമ്മ ഈ ലോകത്തിൻ്റെ സന്തതിയായിട്ട് താന്നുകൊണ്ടാണ് നമുക്ക് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യണത്. അത് മനസ്സിലായില്ലേ? അതായത് നിങ്ങളിത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ദൈവികമായൊരു നിലവാരമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നിലപാട്. ഞാനെപ്പോഴും ഒരു അമ്മയില്ലായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ക്രിസ്തീയത ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങളോട് മുഖം തിരിച്ച് നിൽക്കേണ്ടി വന്നേനാ. പറഞ്ഞ മനസ്സിലായില്ലേ? കാര്യം എന്താണ്? എന്ത് കുടിക്കുമെന്നോ എന്ത് തിന്നുമെന്നോ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ആകുല ചിത്തരാകേണ്ട. ലോകത്തിൻ്റെ സന്തതികളാണിതെല്ലാം അന്വേഷിക്കുന്നത്. ആ എന്ത് കുടിക്കുമെന്ന് പോലും ആകുലചിത്തരാകേണ്ട എന്ന് പറയുന്ന ആ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയണത്. മനസ്സിലായ? അപ്പോൾ രണ്ട് വിഷയമാണ് ഇദ്ദേഹത്തെ ബ്രാൻഡഡ് ആകണത്. അതായത് ദൈവത്തിൻ്റെ നിലപാടിൽ എന്ത് കുടിക്കുമെന്ന് എപ്പോഴും ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, എന്ത് ഭക്ഷിക്കുമെന്ന് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒന്ന് ഉത്കണ്ഠാകുലരാണ്. ഉത്കണ്ഠാകുലരായതുകൊണ്ട് തന്നെ അവർ ലോകത്തിൻ്റെ സന്താനങ്ങളാണ്. അവർക്ക് വിശ്വാസമില്ല എന്നാണ് എൻ്റെ അർത്ഥം. ഇതാണ് ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റ്. ഈ ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റിനെ കൗൺട്രാക്ട് ചെയ്തുകൊണ്ടാണ് അമ്മ നമ്മുടെ കണ്ണുനീര് കർത്താവിൻ്റെ തിരുസന്നിധി സമർപ്പിക്കുന്നത്. ഇതാണ് അമ്മ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങൾക്ക് അമ്മയെ തന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം നിങ്ങളെപ്പോഴും കേൾക്കുന്നവർ മനസ്സിലാക്കണം എന്നറിയാവോ? അതായത് കേൾക്കുന്ന വിചാരിക്കും കുടിച്ചും തിന്നൊക്കെ അമ്മയുടെ കൂടെ കഴിയാവില്ല. അതല്ല അമ്മയുടെ ഉദ്ദേശം. അമ്മയുടെ മനസ്സിൽ പറയും ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട സമയമാണ്. ആരെ? ഈശോനെ. നിങ്ങൾക്ക് ഒരു അടയാളം സംഭവിക്കുമ്പോൾ എന്താണ് ദൈവം ചെയ്യണത്? അമ്മയിലൂടെ ദൈവത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. മനസ്സിലായില്ലേ? അമ്മ ഒരു കൈച്ചുണ്ടിയാണ്. ഇതാണ് വഴി. ഇതിലേ പോയാൽ ക്രിസ്തുവിനെ കണ്ടെത്താം. അതാണ് അമ്മ. കൈയിട്ടിച്ച് കർത്താവ് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങൾ നടക്കേണ്ട വഴി അമ്മയിലൂടെ